പിന്നെ മൂപ്പരുടെ വലിയൊരു പ്രസംഗം. ഓം ബിർളയുടെ ഓരോ കഷ്ടപ്പാടെ. ഈ സഭ വീണ്ടും തുടങ്ങണല്ലോ. പ്രതിപക്ഷ നേതാവല്ല, ശശി തരൂരാണത്രേ സംസാരിക്കേണ്ടത്. ചെയറിലിരുന്ന് എന്ത് ചെയ്യാനാണ്? ഡോക്ടർ ശശി തരൂർ. ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ജനാധിപത്യം. നമസ്കാരം. നമ്മൾ ഈ ജനാധിപത്യവും പാർലമെന്റ് നടപടിക്രമവും ലോക്സഭയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് സ്പീക്കറുടെ ഡ്യൂട്ടി. സ്പീക്കറുടെ ഡ്യൂട്ടി ഈ മോദി കാലത്ത് വേറെയായി മാറി. നമ്മൾ പഠിച്ചതൊന്നുമല്ല ഇപ്പം നടപ്പാക്കുന്നത്. ഇപ്പോൾ സ്പീക്കർ ഇപ്പോൾ ഓം ബിർളയാണല്ലോ ലോക്സഭാ സ്പീക്കർ. സ്പീക്കറുടെ പ്രധാന പണി രാവിലെ വരിക, രാഹുൽ ഗാന്ധി എങ്ങനെ സംസാരിക്കാതിരിക്കാൻ ഉള്ള വഴികൾ എന്താണ്, എങ്ങനെ മൂപ്പരുടെ വായു മൂടിക്കെട്ടാം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും മൂപ്പര് എണീറ്റ് അപ്പം ബഹളം, അപ്പം എണീക്കരുത്, ആടി ഇരിക്കണം, നിങ്ങളെ ഇത് ചട്ടം അത് ഇത് എന്നുള്ള പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാതിരിക്കാനുള്ള വഴികൾ തേടും. ഇപ്പം കേരള നിയമസഭയിൽ നമ്മൾ കാണാറുണ്ട്, എന്തുണ്ടെങ്കിലും എമ്മാതിരി അറ്റാക്കിലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് എണീറ്റ് നിന്നാൽ, ഇപ്പോൾ വി ഡി സതീശൻ എണീറ്റ് നിന്നാൽ അപ്പം തന്നെ സ്പീക്കർ മൈക്ക് കൊടുക്കും. മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാണ്. അതുപോലെ സഭയിൽ പ്രധാനമന്ത്രിക്ക് തുല്യമായ നിലയിൽ പ്രതിപക്ഷ നേതാവ് എണീറ്റ് നിന്നാൽ മൈക്ക് കൊടുക്കുന്ന പരിപാടിയുണ്ട്. എന്നാൽ ഓം ബിർള ഏതറ്റം വരെയും പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എന്തിന്? രാഹുൽ ഗാന്ധിൻ്റെ വായു മൂടിക്കെട്ടാൻ. മൈക്ക് അപ്പം തന്നെ ഓഫാക്കും. നടപടി തുടങ്ങിയാൽ പ്രധാന അജണ്ട അതാണ്, പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് BJP ഈ മോദിയുടെ കാലത്തെ പ്രധാനപ്പെട്ട പാർലമെന്റ് നടപടിയിലെ പരിപാടി. ഒരു മിനിറ്റ് എങ്ങാനും സംസാരിക്കാൻ വിട്ടാണല്ലോ കുട്ടുങ്ങും. ഇനി മൂപ്പരെങ്ങാനും എണീറ്റ് മോദിയുടെ ട്രംപിനോടുള്ള അടിമത്തത്തെക്കുറിച്ച് എങ്ങാനും പറയോ? ദില്ലിയിലെ കാര്യം വൈറ്റ് ഹൗസിൽ നിന്ന് വാർത്താക്കുറിപ്പായിട്ടൊക്കെ ഇറക്കുന്ന അവസ്ഥ ഇവിടെ ചൂണ്ടിക്കാണിക്കോ? എന്തായാലും ഓം ബിർളക്ക് ഈ ഒറ്റ ജോലിയാണ് ഇപ്പോൾ ഉള്ളത്, രാഹുലിന്റെ വായു മൂടുക. അങ്ങനെ ഓം ബിർള പതിവ് പോലെ തന്റെ സഭയിലെ പരിപാടിക്കായി എത്തി. പ്രശ്നകാൽ के बाद ശ്രീ മലയാറാസൻ ഡി പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണം എന്ന് ഇന്ത്യ മുന്നണി ആകപ്പാടെ ഒറ്റക്കെട്ടായി സഭയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധം നിരന്തരം തുടരുകയുമാണ്. हाँ, सबको बोलने का अवसर मिलेगा, ये सदन सबको अपनी बात अवसर देगा. अभी प्रश्नकाल के अंदर उनका अगर प्रश्न है तो निश्चित रूप से अवसर देंगे. ये प्रश्नकाल है. നമ്മളോടാ കളി. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ എങ്ങാനും വിട്ടാലുണ്ടല്ല തന്റെ പണി പോകുമെന്ന് ഓം ബിർളക്ക് നന്നായി അറിയാം. അതുകൊണ്ട് വിടൂല മോനെ. അതും ഇതും പറഞ്ഞ് ഓം ബിർള നേരം പോക്കി. लीडर ऑफ अपोजिशन हो या माननीय सदस्य हो, हर माननीय सदस्य को पूर्ण रूप से अवसर दिया जाता है. हम अवसर देंगे, आप निश्चित रहें, पूर्ण अवसर देंगे. आप बजट पर चर्चा करें, उस समय अपनी बात को रखें. बजट पर मैंने पहले कहा है कि सब चर्चा करें. आप क्यों सदन को बाधित कर रहे हैं? आप बजट पे चर्चा करें, उस समय अपने विचारों को रखें. മൊത്തത്തിൽ പ്രശ്നകാലമാണ് സാർ. എന്ത് ചെയ്യാനാണ്? ഓം ബിർളക്ക് തന്റെ മേലാവി പറഞ്ഞതല്ലാതെ അനുസരിക്കാനാവുമോ? ഇനി എങ്ങാനും രാഹുലിനെ സംസാരിക്കാൻ വിട്ടാൽ പണി പോവില്ലേ? आपका जो समय आवंटित है, आपके प्रतिपक्ष के नेता बोले और कोई बोले, ये आपको तय करना है. मुझे कोई आपत्ति नहीं. ये सदन सभी मान्य सदस्यों को अपने विचार अभिमत रखने के लिए सदन है. सदन सबके लिए, सदन में विचारों की अभिव्यक्ति की जाती है. പിന്നെ മൂപ്പരുടെ വലിയൊരു പ്രസംഗം. माननीय सदस्य, मैं पुनः आग्रह कर रहा हूं आपसे, सबको बोलने का अवसर है. नियम प्रक्रिया से किसी माननीय सदस्यों को बोलने से नहीं रोका जाता. ഒടുക്കം ഈ പോക്ക് പോയാൽ തന്റെ പണി പോകുമെന്ന് അറിയാവുന്ന ഓം ബിർള പ്രതിപക്ഷം ബഹളം തുടരുന്നതിനിടെ, പ്രതിഷേധം തുടരുന്നതിനിടെ സഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് സ്ഥലം കാലിയാക്കി. बजट के अंदर बोले, अन्य विषयों पर बोले, सदन आपका है, लेकिन सदन नियम प्रक्रियाओं से बोला जाता है. सदन की कार्रवाई आप प्रश्नकाल में नहीं करना चाहते हैं, सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. ഓം ബിർളേന്റെ ഓരോ കഷ്ടപ്പാടെ. മൂപ്പര് അവിടെ പോയിട്ട് ഈ സഭ വീണ്ടും തുടങ്ങണല്ലോ. എന്നിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മൂപ്പര് ആ ഭാഗത്തേക്കേ ഇല്ല, ഞാൻ വന്ന എൻ്റെ പണി പോകുമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് കൃഷ്ണപ്രസാദ് ടെനേറ്റിയെ പറഞ്ഞു വിട്ടു സഭ നടത്തിക്കാൻ. Sir, LOP will be requested to speak, but the business right now, the business right now is on budget. The name given by the party, it is a name given by the party. Sir, the party has given the name of Dr. Shashi Tharoor. Sir,
The name has come from the party, sir. അങ്ങനെ 10A ടീം പ്രശ്നത്തിലായി. ചെയറിലിരുന്ന് എന്ത് ചെയ്യാനാണ്, അനുസരിക്കുകയല്ലാതെ. Dr. Shashi Tharoor, would you like to speak? Dr. Shashi Tharoor, would you like to speak? Dr. Shashi Tharoor, would you? കൊടുക്കാൻ 10A ടീം ഈ പരിപാടി എനക്കും പറ്റൂല എന്ന് പറഞ്ഞ് സഭ നിർത്തിവെച്ച് പിന്നോട്ട് പോയി. Take the floor and yield it to the LOP. सभा की कार्यवाही 2 बजे तक स्थगित की जाती है. ആ പണി എന്നെ കൊണ്ട് നടക്കില്ല എന്ന് അവിടെ പോയി ഓം ബിർളയോട് പറഞ്ഞിരിക്കണം. അങ്ങനെ ഓം ബിർള പിന്നീട് ഞാൻ എന്തായാലും അങ്ങോട്ടില്ല, ആ സന്ധ്യ റായിയോട് പോയി പരിപാടി ശരിയാക്കാൻ വേണ്ടി പറഞ്ഞു. ചെയറിൽ സന്ധ്യ റായി പ്രത്യക്ഷപ്പെട്ടു. ശശി തരൂരിനെ സ്പീക്കർ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. माननीय सदस्य डॉक्टर शशि थरूर जी, मैडम LOP को बोलने माननीय दीजिए. बजट पर चर्चा. माननीय डॉक्टर शशि थरूर जी, Madam, I yield to the LOP to say his words and then he'll yield to me. अभी केंद्रीय बजट पर चर्चा होगी. माननीय सदस्यगण प्लीज आप सब बैठिए. ഞാൻ ബജറ്റ് ചർച്ചയ്ക്ക് മുമ്പായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെ അനുവദിക്കണം എന്നാണ് ശശി തരൂർ പറഞ്ഞത്. बजट पर चर्चा होगी, प्लीज माननीय सदस्य आप सभी लोग बैठिए. माननीय मंत्री जी आ चुकी हैं, वित्त मंत्री जी बैठी हुई हैं. आप तो बैठिए सब लोग. माननीय सदस्य प्लीज बैठिए आप लोग. आप बजट पर चर्चा नहीं चाहते क्या? हम चाहते हैं. तो प्लीज बैठिए ना, चर्चा करिए. കാരണം ബജറ്റ് ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് ചർച്ചയുടെ ആരംഭത്തിലാണ് ഇന്ത്യ US കരാറിന്റെ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയത്. ഇന്ത്യയുടെ അന്തസ് ഇടിക്കുന്ന പരിപാടിയിലേക്ക് മോദി സർക്കാർ കടന്നത്. അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. Madam, it's a tradition of the House that the LOP can speak when he wishes to say something and he will yield to me after that. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യവുമായി ശശി തരൂരിലൂടെ വീണ്ടും രംഗത്ത് വന്നു. माननीय सदस्य अगर आप बजट पर बोलना चाहते हैं तो प्लीज आप बोलिए, कोई दिक्कत नहीं है. आप पहले स्पीकर के रूप में बोलिए. स्पीकर साहब के पास हम गए, मैं नहीं, member of the house went, and speaker committed to us, personally committed to us, that I will be allowed to speak here and raise some points before the budget discussion. Now you are going back on your word, so I'd like to know, am I allowed to speak those points or not? പ്രതിപക്ഷ നേതാവല്ല, ശശി തരൂരാണത്രേ സംസാരിക്കേണ്ടത്. ശശി തരൂരാണെങ്കിലോ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണം എന്നാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. माननीय सदस्य, मेरे पास आपका कोई नोटिस नहीं आया है और मुझे नहीं मालूम कि आपका क्या विषय है. ये नोटिस आएगा किसी विषय पर, उसके बाद का निर्णय है. प्लीज आप लोग सभी बजट पर चर्चा करिए. നോട്ടീസ് ഇല്ലാതെ മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് വരെ സന്ധ്യ റായ് പറഞ്ഞു. ഇത് ബജറ്റ് ചർച്ചയാണ്, അവരവരുടെ അവസരത്തിൽ പറയാം, ഇവിടെ പരിപാടി പറ്റില്ല. अगर आपको बजट पर चर्चा करनी है माननीय सदस्य, अगर आप बजट पर चर्चा करना चाहते हैं तो प्लीज आप चालू करिए. आप रिक्वायरमेंट देख कर हो. नोटिस इस किसी भी विषय का कोई नोटिस नहीं है माननीय सदस्य. प्लीज आप बजट पर चर्चा करिए ना. पार्लियामेंट्री कन्वेंशन कंप्लीटली वायलेटिंग. अभी किसी भी विषय का कोई नोटिस नहीं है, आप सिर्फ बजट पर चर्चा करिए. അങ്ങനെ വീണ്ടും തരൂരിനെ വിളിച്ചു. പക്ഷെ തരൂർ എഴുന്നേൽക്കുന്നേയില്ല. പാർലമെന്റിന്റെ പാരമ്പര്യമനുസരിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റാൽ അത് അനുവദിക്കണം എന്ന് തരൂർ പറഞ്ഞു. Madam, it is a tradition of Parliament that just as you were prepared to give the माननीय floor मंत्री जी कुछ बोलना चाहते हैं? എന്നാൽ സംഗതി കൈവിടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ചെയർ എന്ത് ചെയ്തു, തരൂരിന്റെ മൈക്കും ഓഫാക്കി. माननीय मंत्री उन्होंने कहा പിന്നെ കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി എണീറ്റു. റിജിജു വലിയൊരു ഉപദേശം പ്രതിപക്ഷത്തിന് കൊടുത്തു. പ്രതിപക്ഷ നേതാവിന് അങ്ങനെയൊന്നും സംസാരിക്കാനാവില്ലത്രേ. कि हम अपना लीडर ऑफ अपोजिशन से कुछ बुलवाना चाहते हैं, लेकिन उससे पहले हमने ये बात तय किया कि अगर क्या विषय में आप बात करेंगे, अगर स्पीकर के ऊपर एलिगेशन लगाएंगे तो स्पीकर का भी जवाब होगा. ये सारा चीज तय करके ही हम आपको परमिशन देंगे. स्पीकर ने ये कहा, ये अभी राहुल गांधी जी ने कहा वो 100% सही नहीं है. स्पीकर ने कमिटमेंट नहीं किया है. स्पीकर ने ये कहा कि अगर बातचीत बनता है तो आपको बोलने के लिए देंगे और बाकी दल के नेता को भी देंगे. എന്താല്ലേ ഏകാധിപത്യത്തിന്റെ വർത്തമാനകാല ഇന്ത്യൻ മുഖം.
പ്രതിപക്ഷം അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ പറയരുത്, പ്രതിപക്ഷ നേതാവിലൂടെ പറയരുത് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിപാടി. ഇത്രയും ബഹളം വെച്ച് നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഈ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് 1 മിനിറ്റ് കൊടുത്താൽ പോരെ? മൈക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും? പാടില്ല അത്രേ. രാഹുൽ നാവെടുക്കരുത്. आप बोलना चाहते हैं, हम तो हमेशा आपसे बातचीत करने के लिए तैयार रहते हैं, हमारा कोई प्रॉब्लम नहीं है, लेकिन आप लोग कुछ ऐसा काम मत कीजिए जिससे सदन का गरिमा गिरे, ये हमारा अनुरोध है. और स्पीकर साहब ने ये कहा था अगर बात बन जाता है, सब आपस में तालमेल हो करके बात बन जाता है, हाउस शांति से चलना है, तो उससे पहले लीडर ऑफ अपोजिशन, फिर हमारे जो बाकी दल के नेता हैं उनके ओर से भी सुनेंगे और मैं भी सरकार का पक्ष रखूंगा, ये बात हुआ था. लेकिन इससे पहले कमिटमेंट नहीं हुआ, सिर्फ एलओपी को ही बोलने देंगे, इसका कोई एग्रीमेंट नहीं हुआ. അങ്ങനെ വീണ്ടും തരൂരിനെ വിളിച്ചു. माननीय सदस्य बोलना चाहते हैं? തരൂർ എണീക്കോ? ഇല്ല. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണം എന്ന ആവശ്യമാണ് തരൂരിന് പറയാൻ ഉള്ളത്. डॉक्टर शशि थरूर जी, नहीं, आप सब लोग चर्चा चाहते ही नहीं है केंद्रीय बजट पर. അങ്ങനെ സന്ധ്യാറായി തടി കൈച്ചലാക്കാൻ പാർലമെന്റ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഈ കളിക്ക് നമ്മളുമില്ല എന്ന് പറഞ്ഞു പോയി. सभा की कार्यवाही कल मंगलवार दिनांक 10 फरवरी 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है. ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ജനാധിപത്യം. കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒരു വാക്കുമിണ്ടിയാൽ തകർന്നു പോകാൻ ഉള്ളതേ ഉള്ളൂ എന്ന് നമുക്കും മനസ്സിലാവുകയല്ലേ? കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.